നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ കെ ശശിധരൻ നായർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ തങ്കച്ചൻ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VNP കൈമൾ. എല്ലാവർക്കും സ്വാഗതം. ഇയാള് ഏട്ടനെതിരെ ഒരു ഒപ്പിടണം പറഞ്ഞു. അപ്പൊ എന്തിനാണ് എന്താണ് നോമിനേഷൻ വേണ്ടി ബാങ്കില്, അപ്പൊ അതിന് വേണ്ടിട്ട് ഒപ്പിടണം പറഞ്ഞു. അതിന് ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോ ശരി മഹേഷേട്ടാ എന്തിനാണ് അത് ഒപ്പിടണം എന്ന് പറയും പറഞ്ഞപ്പോ പറഞ്ഞതിന് വേണ്ടിട്ട് ഉണ്ണുണ്ട് അവിടെ നിന്ന് തല്ലിയതാണ് മഹേഷേട്ട. തല്ലി രൂപമില്ലാണ്ടാക്കിയിട്ടാണ് എന്നെ ബാങ്കിൽ കൊണ്ട് ഒപ്പിടാൻ വെച്ചത്. ബാങ്കിൽ കൊണ്ടുപോയി ഒപ്പിടാൻ വെച്ചു. ബാങ്കുകാരെ വിളിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനും ഇവന്റെ കുടുംബക്കാരും മഹേഷേട്ടനെ കൂടെ തന്നെ പോയത്. ബാങ്കിൽ പോയി ഒപ്പിട്ടു. അപ്പൊ ഞാൻ സാറേ ഇതെന്തിനാണ് ചോദിച്ചപ്പോ ഇന്നമാരിയാണ് കുട്ടി എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഇന്നമാരിയൊക്കെ തല്ലി ഭീഷണിപ്പെടുത്തിയിട്ടാണ് സാറെ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പൊ തന്നെ ആ സാറ് പറഞ്ഞു, ഓ ഇവര് ഇത്രയും ഫ്രാഡാണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത്രയും കയറേണ്ടത് തന്നെ. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവ് നന്നായി മദ്യപിക്കുന്നതാണ് സാറേ, അത് കാരണം ഞങ്ങൾക്ക് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല, ചിലപ്പോൾ ബുദ്ധിമുട്ട്, എനിക്ക് എൻ്റെ വീട്ടിലൊന്നും തരാനും പിടിക്കാനും ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ശരി ഇതിന് നീ ക്യാൻസലാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വീട്ടിൽ പോയി. കുറച്ച് നേരം കഴിയുന്നു എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടനും പിന്നെ ഇവൻ്റെ ഏട്ടനും ഇവർ കുറച്ച് പേരും കൂടെ വന്നിട്ട് അങ്ങനെ കടലാസിന് ചീന്തി എടുത്തെറിഞ്ഞു മുറ്റത്ത്. നിങ്ങൾ അങ്ങനെ ചെയ്തതേ നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായെന്ന് തോന്നുന്നുണ്ടോ? കാരണം നിങ്ങളൊരു ഷുവർട്ടിയായിട്ട് അവിടെ ഒരു സാക്ഷിയായിട്ട് ഒപ്പിടാനായിട്ട് ഷുവർട്ടിയായിട്ട് ഒപ്പിടാൻ, അതായത് കേക്കൂ ഷുവർട്ടിയായിട്ട് ഒപ്പിടാനായിട്ട് നിങ്ങൾ 3 ദിവസം മുമ്പ് പറഞ്ഞപ്പം നിങ്ങളൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഒപ്പിടേണ്ട ദിവസം ലോൺ പാസ്സാക്കി ഒപ്പിടേണ്ട ദിവസം നിങ്ങൾ കൂടെ അവിടെ ചെന്നിട്ട് നിങ്ങൾ ഒപ്പിടാനെന്നുള്ള രീതിയിൽ അവിടെ ചെന്നിട്ട് ഇവരെല്ലാം സ്വാധീനിച്ച് ഭർത്താവ് കള്ളു കുടിച്ച് ഈ രീതിയിലുള്ള അത്തരം ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയത് ശരിയായോ? അല്ല തല്ലി അത്രയും മോശമാക്കി തന്നെ ഒപ്പിട്ടു. എന്റെ ഭർത്താവ് എന്നെ തല്ലിക്കൊണ്ടുവന്ന് ഒപ്പിടിപ്പിച്ചതാണ്, നിർബന്ധമായിട്ട് ഒപ്പിടിപ്പിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ഒപ്പിടണോണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇതിൽ ഒന്നും തിരിച്ചടയ്ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല, ഞങ്ങൾക്കൊന്നുമില്ല എന്നും പറഞ്ഞിരിക്കണം. ഇതിൽ ഈ രണ്ടാമത് പറഞ്ഞ കാര്യമുണ്ടല്ലോ, എൻ്റെ വീട്ടിലൊന്നുമില്ല എനിക്ക് അടയ്ക്കാൻ പറ്റില്ല, പ്രോബ്ലി ദാറ്റ് ഈസ് ഒരു വിവരക്കേട് കൊണ്ട് പറയുന്നതായിരിക്കും. കാരണം ഷ്യൂറിറ്റി പലരും ഉണ്ട്, ഈ ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പലരും പോയി കുടുങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട്സിന് വേണ്ടി ജാമ്യം ചെക്ക്. അപ്പൊ ആ ഒരു പേടിയിലായിരിക്കും ആ രണ്ടാമത്തത് പറഞ്ഞത്. പക്ഷെ ആദ്യം പറഞ്ഞതിനോട് ഞാൻ യോജിക്കില്ല. എന്റെ ഭർത്താവ് എന്നെ നിർബന്ധിച്ചു, അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാനായിട്ട് നിങ്ങൾ അവിടെ പോകാൻ പാടില്ലായിരുന്നു. ലോൺ തന്നെ പാസ്സാവരുത് എന്നുള്ള രീതിയും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അത്രയും പാസ്സായ ഒരു ലോണ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ കണ്ടുപിടിച്ചേനെ, ഷുവർട്ടിയായിട്ട് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരന്റെ ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിക്ക് വേണ്ടി ഈ രീതിയിൽ നിങ്ങളും കൂടെ ഒപ്പിടാമെന്നുള്ള രീതിയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം സമ്മതിച്ചു, അല്ലെങ്കിൽ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് സന്ദർഭം വന്നപ്പോഴേ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ഉണ്ട്, നല്ലോണം ഇല്ല. എനിക്ക് എന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ വീട്ടിൽ ആരുമില്ല. ഇപ്പോന്നല്ല, എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോ മുതൽ, ഞാൻ കല്യാണം കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷനുകളിൽ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ്
തീരെ സമാധാനം ഇല്ലാതായി, ഒട്ടും സമാധാനം കിട്ടാതായി. ഞാൻ 3.5 വർഷം ചാവക്കാട് മീൻ കച്ചവടം ചെയ്യുന്നപ്പോഴും ആ സമയത്ത് ഒരു 5 മാസം ഇയാളെ കൊണ്ട് അവിടെ കൊണ്ടിരുത്തി. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം ഇനിയിപ്പോൾ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് 5 മാസം ചാവക്കാട് കൊണ്ടിരുത്തി. അതിൽ 3 മാസം മാത്രമേ ചാവക്കാട് ഇരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് ഒന്ന് 10 ദിവസം ഇരുന്നിട്ട് വരാമെന്ന് പറഞ്ഞു വന്ന ആൾ ഇത്ര നേരം വരെ തിരിച്ച് ചാവക്കാട് കണ്ടിട്ടില്ല. അത് എത്ര നാൾ മുമ്പാണ്? എൻ്റെ കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ ആ കാലത്താണ്. ആ കാലഘട്ടം. അതുകൊണ്ട് തന്നെയാണ് അന്ന് തുടക്കം തന്നെ വേറെ കൊണ്ട് ഇരുത്തിയിട്ടടക്കം പോയി ഇരിക്കാത്തത് കൊണ്ടാണ് ഇന്നും എനിക്ക് വേറെ കൊണ്ട് ഇരുത്തണം പറയുമ്പോൾ ഞാൻ കൊണ്ട് ഇരുത്താത്തത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ വീട് വിട്ട് വരാൻ പറ്റില്ല. എന്റെ വീട്ടിലെ എന്റെ അമ്മ കുറെ ദൈവത്തിന്റെ പ്രശ്നം, പിന്നെ പെങ്ങന്മാര്. ചാവക്കാട് നിങ്ങളുടെ അമ്മ ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ അവിടെ നിങ്ങൾ ഒന്നിച്ച് താമസിച്ചോണ്ടിരിക്കും, നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കില്ല. അവിടെ എന്തായിരുന്നു പ്രശ്നം? എനിക്ക് എന്റെ വീട്ടിൽ പോയി ചാവക്കാട് പോയി നിന്നോ? കുറച്ച് ദിവസം ഇവന്റെ അമ്മന്റെ പ്രശ്നം കൊണ്ടായപ്പോ നമുക്കന്ന് അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് പോയിട്ടുണ്ട്. കൂട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയാലും തല്ലു അടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇത്രയും പ്രശ്നമായിട്ടില്ല. നല്ല രീതി വന്നുകൊണ്ടിരിക്കും. ഈ തല്ലുന്ന എന്നും അങ്ങ് തല്ലുവോ? മദ്യപിച്ച ആൾ നന്നായി അല്ലേ? മദ്യപിച്ച് എന്നും വന്ന് മദ്യപിച്ച് എന്നും തല്ലുവോ? തല്ലുണ്ട്. അത് നിങ്ങളെ എന്തെങ്കിലും പറയുന്നുണ്ടാണോ? എന്തോ കാര്യം ഒന്നും അറിയില്ല. ചുമ്മാ ഭർത്താവ് അങ്ങ് തല്ലു? ഒരു മദ്യപിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഭാര്യയെ അങ്ങ് തല്ലു? അല്ല മേഡം, എന്റെ സാറേ ഇവന്റെ അമ്മയാണ് തുടക്കത്തിൽ. ഇപ്പൊ ചാവക്കാട് അമ്മ ഇല്ലായിരുന്നല്ലോ. ചാവക്കാടില്ല. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ അവിടെ തുടരാൻ എന്താ? അയാൾക്ക് എന്തോ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിച്ചിട്ട് അങ്ങനെ വഴക്കുണ്ടാക്കും, തല്ലും. അത് കള്ളം പറയുന്ന കാര്യമാണ്. അല്ല, 3.5 മാസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു ചെന്നില്ലല്ലോ. ഇല്ല സാറേ, എന്താ ചോദിച്ചാൽ വീട്ടിന്റെ പെങ്ങള് പ്രസവത്തിനായി. അപ്പൊ എന്റെ പെങ്ങള് ഇങ്ങനെ പ്രസവത്തിനാണ്, അപ്പൊ നീ നമുക്ക് വീട്ടിൽ പോയി ഇരിക്കുന്നു പറഞ്ഞു എന്നെ കൊണ്ട്. അപ്പൊ ഞാനും ഒരു പെൺകുട്ടിയാണ്. അപ്പൊ എനിക്ക് പെങ്ങള് പ്രസവത്തിനായപ്പോ അഡ്മിറ്റ് ആയിരുന്നു, പ്രസവത്തിനായപ്പോ. അപ്പൊ ഭർത്താവിന്റെ വീട്ടിലാ പോയിരുന്നത്? അല്ല, ചാവക്കാട് ഇരിക്കുമ്പോ. അവിടെയാണ് ഇരിക്കേണ്ടത്. ഒരു മിനിറ്റ്. ചാവക്കാട് ഇരിക്കുമ്പോ ഇയാളുടെ പെങ്ങള് വന്നിട്ട് പ്രസവത്തിനായി അഡ്മിറ്റായി. അപ്പൊ ഇന്നമാതിരി പെങ്ങള് അവിടെയാണ് നമുക്ക് പോയി ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ ഞാനൊരു പെൺകുട്ടിയല്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയി വന്ന് വെച്ചാൽ എല്ലാവരും വേണ്ടേന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് വന്നതാണ്. വന്ന വഴിക്ക് ഇയാള് ചാവക്കാട്ടിലെ റൂമുകളൊക്കെ കൊടുത്ത് കറക്റ്റാക്കിയിട്ട് വന്നു. അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഒരിക്കലും. അന്ന് വന്നത് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് 5.5 മാസം 3 മാസത്തിനുള്ളിൽ 3-ാം മാസത്തിൽ തന്നെ 3-ാം മാസം പകുതിയിൽ തന്നെ ഇവര് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ ഞാൻ കച്ചവടത്തിന് രാവിലെ പോകും. രാവിലെ പോയി കഴിഞ്ഞാൽ അന്ന് കയ്യിൽ ഫോണൊന്നുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് 20-30 അവര് മാറ്റി വെക്കും. ഉറങ്ങുന്ന സമയത്ത് കയ്യിൽ നിന്നുള്ള ചില്ലറ പൈസ എടുത്ത് മാറ്റി വെക്കും. ഞാൻ അങ്ങോട്ട് കടന്നു പോയ വഴിക്ക് ഞാൻ തിരിച്ചു വരിക എന്തായാലും 12 മണിക്കേ വരും. ഇവര് അപ്പുറത്തുള്ള എന്റെ റോഡ് സൈഡ് തന്നെയാണ് ലാൻഡ് റൂം. ഇതിന്റെ തൊട്ടൊരു കടയുണ്ട്, അതിൽ മൊബൈലുണ്ട്. അന്ന് STD ബൂത്ത് കൂടുതലുള്ള സമയമാണ്. STD ബൂത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ കാണണം പറഞ്ഞു, ഇല്ലേ അമ്മ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാൽ പിന്നെ അവിടെ ഊക്കം പ്രശ്നമാണ്. അന്ന് ചോറ് വെക്കില്ല, അടുപ്പ് കത്തിച്ചാൽ കത്തില്ല, അടുപ്പ് കത്തിച്ചാൽ കത്തില്ല. പിന്നെ അല്ല, ഈ ചാവക്കാട് ഇരിക്കുമ്പോ നിങ്ങളുടെ അനിയത്തിന്റെ പ്രസവത്തിന് വേണ്ടിയിട്ടാണോ വന്നത്? ഒരിക്കലും അല്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരണ്ടേ മാഡം? എന്റെ അനിയത്തിന്റെ പ്രസവത്തിന് എന്റെ വീട്ടിലേക്ക് ഞാൻ പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ 2 കുട്ടികളുണ്ട്. 2ാമത്തെ കുട്ടിന്റെ വയറ്റിലായിരിക്കുമ്പോഴാണ് ഇതായത്. ഒരിക്കലും ഇല്ല. ഞാൻ ആശുപത്രിയിലൊക്കെ നോക്കി. അതല്ല, നിങ്ങളെ സഹോദരി ആശുപത്രി അഡ്മിറ്റ് ചെയ്തെന്നല്ലോ പറഞ്ഞു. നിങ്ങൾ നേരെ ചാവക്കാട് നിന്ന് ആശുപത്രിയിലേക്കാണോ പോയത്? എന്നെയും കൂട്ടിട്ട് ആശുപത്രിയിലാണ് കൊണ്ടുപോയി. ആശുപത്രി നിങ്ങൾ നിന്നോ? ഒരു ദിവസം കുറച്ചു നേരം നിന്നിട്ട് പിന്നെ കുറച്ചു നേരം നിന്നോ? അത് ശരി. ഒരിക്കലും അവിടുന്ന് തന്നെ ഒരു മിനിറ്റ് ചോദിച്ചോണ്ടിരിക്കില്ല അവര്. അല്ല, കുറച്ചു നേരം നിന്നിട്ട് ആരുടെ വീട്ടിലേക്ക് പോയി? മഹേശ്വരന്റെ വീട്ടിൽ തന്നെ പോയിട്ട് അവിടെ വീട്ടിൽ നിന്നു. എത്ര നാൾ നിന്നു? കുട്ടീന്റെ കാര്യങ്ങളൊക്കെ 28 കാര്യങ്ങൾ കഴിയുന്നവരെയൊക്കെ ഞാൻ അവിടെ നിന്നു. പിന്നെ പോയേ ഇല്ല. കുറച്ച് അവരുടെ വീട്ടിൽ തന്നെ താമസിച്ചു ഞാൻ. അതിനുശേഷമാണ് പിന്നെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ശേഷം പിന്നെയും മദ്യപിക്കുക, പ്രശ്നം ഉണ്ടാക്കുക, ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയാള്. വേറെ ഒന്നും ചെയ്യുന്നില്ല. ചാവക്കാട് സ്ഥിരമായിട്ട് താമസിച്ചത് പ്രശ്നം കുറച്ച് അവോയ്ഡ് ചെയ്യാമല്ലായിരുന്നോ? ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് നിങ്ങൾക്ക് ചാവക്കാടേക്ക് പോയിക്കൂടായിരുന്നോ? ചാവക്കാടിലേക്ക് പോകാമായിരുന്നു. ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് വരില്ല. എനിക്ക് ഇവിടെ ആവുമ്പോ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ വീട്ടിലേക്ക് ഓടാം. ഞാൻ അവിടെ നിന്ന് എങ്ങനെ എന്റെ വീട്ടിലേക്ക് വരും? അതാണ് ഇവരുടെ ചോദ്യം.
കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ എൻ്റെ അച്ഛൻ്റെ പെങ്ങള് അമ്മയുടെ ആങ്ങളെയൊക്കെ അവിടെയാണ് ഉള്ളത്, എവിടെ? ചാവക്കാടാണ് ഉള്ളത്. അപ്പൊ അവരുടെ കൂടെ ഇരുന്നാൽ ഇവർക്ക് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെയും വേറെ റൂം എടുത്ത് ക്വാർട്ടേഴ്സ് എടുത്ത് താമസിക്കുന്നത്. ഞാൻ അവരുടെ കൂടെയാണ്, എൻ്റെ മാമന്റെ കൂടെയാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്. എൻ്റെ മാമൻ മീൻ എടുക്കും, ഞാൻ അതിനൊരു ഷെയർ വാങ്ങിയിട്ട് ഞാൻ കൊണ്ട് കച്ചവടം ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ ഈ കാശ് മുഴുവൻ ഞാൻ മാമന് മീനിന്റെ കാശ് കൊടുത്താൽ പോലും ഈ കാശ് മുഴുവൻ നിങ്ങൾ ആർക്കാ കൊണ്ട് കൊടുക്കണത്? ഒരു മുതൽ വാങ്ങിയതിന്റെ പൈസ അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. കയ്യിൽ പോക്കറ്റിൽ എന്തുണ്ടോ അത് മുഴുവൻ ഇവർക്ക് കൈ കിട്ടണം. നിങ്ങൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും കുറെ അയൽവാസികൾ പറഞ്ഞു കൊടുത്ത് നോക്കി, വീട്ടുകാർ പറഞ്ഞു കൊടുത്ത് നോക്കി, എല്ലാം പറഞ്ഞു കൊടുത്ത് ഈ പറഞ്ഞ മാതിരി തന്നെ ഏട്ടന്റെ കല്യാണത്തിന് ആ ഒപ്പിട്ട കടലാസ് ഉണ്ടല്ലോ മാം, ആ ഒപ്പിട്ട കടലാസ് 5 വർഷം കഴിഞ്ഞിട്ട് വനിതാ കമ്മീഷനിൽ എത്തിയത്. ഈ ഒപ്പിടാത്ത പേപ്പർ 5 വർഷം കഴിഞ്ഞിട്ട്, ഈ ചീന്തി പറയുന്ന പേപ്പർ 5 വർഷം കഴിഞ്ഞിട്ട് വനിതാ കമ്മീഷനിലെത്തി. വെറും ഒന്നിനുമില്ലാതെ അത് കഴിഞ്ഞ് ആ ലോൺ ക്ലോസ് ചെയ്ത് രണ്ടാമത് അതേ ബാങ്കിൽ ലോൺ എടുത്ത് പകുതി അടവിൽ നിൽക്കുന്ന ലോണായി നിൽക്കുമ്പോൾ ഇവര് ഒപ്പിടാത്ത പേപ്പറിനെ ഇവർ 5 വർഷം കഴിഞ്ഞിട്ട് വനിതാ കമ്മീഷനിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവർ എന്തുദ്ദേശിച്ചിട്ട് ഈ പേപ്പറൊക്കെ എടുത്തു വെക്കുന്നു? എന്നെ 5 കൊല്ലം മുമ്പ് തല്ലി ഒപ്പിടിച്ച പേപ്പറാണെന്നും പറഞ്ഞിട്ട് ഈ പേപ്പറിനെയും കൊണ്ട് അങ്ങോട്ട് വന്നു. എന്റെ പേരിൽ ഇന്ന് കൊടുവായൂരിനെ സംബന്ധിച്ചിടത്തോളം പൂനേര സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഞാൻ അത് വെറുതെ വെച്ചു, അത് സത്യമാണ് പറഞ്ഞത്, വെച്ചത് സത്യമാണ്. പക്ഷെ എന്റെ പേരിൽ രൂപക്കേടായി നിൽക്കുന്നത് അവന്റെ വീട്ടുകാർ വന്ന് ചിന്തിക്കളഞ്ഞാണ് മാഡം. അപ്പൊ അത് പിന്നെ ഏതാണ് പേപ്പർ നിങ്ങളുടെ കയ്യിൽ? അത് ഞാൻ മാറ്റി വെച്ചതാണ്. ഇങ്ങനെയുള്ള പ്രശ്നക്കാരനാണ് എപ്പോഴും ഉണ്ടാകുന്നത്. ഏതാ അവര് കീറി കളഞ്ഞത്? ഈ നോമിനേഷൻ എന്തോ ഒപ്പിടാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാങ്കില്, അതന്നെ വന്ന് ചീന്തിക്കളഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏതാ? അത് തന്നെയാണ്. 2 പേപ്പർ ഉണ്ടായിരുന്നു, കൊറേ ചീന്തിക്കളഞ്ഞ് വെച്ചില്ലേ പേപ്പർ, അത് തന്നെയാണ് പേപ്പർ എല്ലാം കൂടെ റെഡിയാക്കി വെച്ചത് സാറേ. അങ്ങനെ മുറ്റത്ത് വന്ന് ഒക്കെ ചീന്തി ഇട്ടപ്പോ ഇങ്ങനെയുള്ള സ്വഭാവക്കാരല്ലേ, അപ്പൊ അത് നമുക്ക് ആവശ്യം വരും. ഒട്ടിച്ചൊന്നും വെച്ചില്ല, ചീന്തിപാട് വെച്ചു. എപ്പൊ നോക്കി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആണല്ലേ, അപ്പൊ നമുക്ക് ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു വിശ്വാസം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് ഞാൻ. അല്ല, നിങ്ങൾ അതിനകത്ത് ചീന്തിക്കളഞ്ഞ പേപ്പർ ഏത് രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ നോക്കും? ചീന്തിയ പേപ്പറിനടക്കം 5 വർഷത്തേക്ക് അവർ അലമാറിനുള്ളിൽ ഭദ്രമായി എടുത്തു വെച്ച് സൂക്ഷിച്ചു. ആയിക്കോട്ടെ. ഇന്നിപ്പോ അവര് ഓരോ കാര്യം പറയുന്നു. ഇന്നിപ്പോ അവർക്ക് പൂനേര സ്റ്റേഷനിൽ എന്റെ മകളെ പ്രസവിച്ചിട്ട് പോയിരിക്കുമ്പോ ആ പെൺകുട്ടിന്റെ കൂട്ടം കേട്ടിട്ട് അൽമാറിയും പാത്രങ്ങളും നടു റോട്ടിലിട്ട് തല്ലിപ്പൊടിച്ചിട്ടുണ്ട്. തറവാട്ട് വീട്ടിൽ ഇതിൽ ഇരിക്കാനുള്ള അമ്മയ്ക്ക് സൗകര്യമുള്ളൂ. ഇവിടെ അങ്ങനെ പാടില്ല. എനിക്കുള്ള സ്റ്റൗ വേറെ വേണം, എനിക്കുള്ള അടുപ്പ് വേറെ വേണം. ആ ചുമരിന് അടക്കി അമ്മ അവിടെ ഇരുന്നോട്ടെ. അമ്മന്റെ പ്രശ്നം കൊണ്ടാണ് ഈ അമ്മയുടെ പ്രശ്നം. ഇവർക്ക് അമ്മയില്ലേ മേഡം? ഞാൻ ഇവരെ കൊണ്ട് പറഞ്ഞല്ലോ, ഇവരെ കൊണ്ട് ഇത് മദ്യപിച്ചും കൂടെ കഴിഞ്ഞു വെച്ചാൽ നിന്റെ അമ്മയെ കൊണ്ട് നിന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും. ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കാ പറഞ്ഞു, അവര് പറ്റില്ല പറഞ്ഞു. ഞാനത് ഓരോ ദിവസവും പറയുന്നുണ്ട്. നീ എപ്പ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നോ അപ്പൊ നീ ആ സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി, നീ കൊണ്ടുവയ്ക്കാം, നീ ഉപയോഗിച്ചോ. ഇന്നേ വരെ അലമാറ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ദിവസം മുതൽ ഇന്നേ വരെ അതിന്റെ ചാവി ഞാൻ കണ്ടിട്ടില്ല മാഡം. ഞാൻ പറഞ്ഞു നീ എടുത്തിട്ട് വെക്കോ, വന്ന് കൊണ്ടുവയ്ക്കോ എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് തലേ ദിവസം അടക്കം അതുവരയ്ക്കും ഞാൻ ഈ പറയുന്ന 5-6 കൊല്ലവും ഞാൻ ആ അലമാറ നീ കൊണ്ടുവയ്ക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്തത് മാഡം? നേരെ പൂനേര സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. എൻ്റെ അലുമാറിയും പാത്രങ്ങളും അവരുടെ വീട്ടിലുണ്ട്, എനിക്ക് പൂനേരം പോലീസിന്റെ സഹായത്തോടു കൂടി അത് എനിക്ക് എടുത്തു തരണമെന്ന്. നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ പേടിയാന്നാ പറഞ്ഞേ. ഞാൻ അവരെ കൊണ്ട് പറഞ്ഞു, നീ നിന്റെ ആൾക്കാരെ വിട്, നിനക്ക് ആരെയാണ് വിശ്വാസമുള്ളവരെ നീ അവരെ വീട്ടിലേക്ക് വിട്. നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ആൾക്കാർ വരാനൊക്കെ പേടിയാ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സംഭാഷണ ശൈലി കുറച്ച് പേടി ഉണ്ടാക്കുന്ന രീതിയാണ്. കുറച്ച് പേടി സാധാരണ ശബ്ദം വലിയ ശബ്ദത്തില്. അപ്പൊ അതൊക്കെ പാലക്കാട് സൈഡിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും മഹേഷിന്റെ ആ വികാരം മൊത്തം കൂടി ഈ വാക്കുകളും വാചകങ്ങളും കൂടെ വരുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ 3 ആഴ്ച മുമ്പ് ഞാൻ വീട്ടിലേക്ക് വന്നോളാം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോളാം, എനിക്ക് കുട്ടികളുടെ കാര്യമാണ് വലുത്, എനിക്ക് കുട്ടികളുടെ ജീവിതമാണ് വലുത് എന്നെല്ലാം പറഞ്ഞ്
ഈ പറയുന്ന ആള് തന്നെ എൻ്റെ കൂടെ വന്ന് ഇയാളുടെ വീട്ടിൽ പോയി ഞാൻ വിളിച്ചോണ്ട് പോയി. ഈ സ്കൂളിൽ പോയി. ഈ സ്കൂൾ തുറക്കുന്ന ജൂൺ 1-ന്, ജൂൺ 3-നാണ് ലിറ്റിൽ ഡോട്ട്സ് തുറക്കുന്നത്. ജൂൺ 1-ന് ഗവൺമെന്റ് സ്കൂളുകളെല്ലാം തുറന്നു. സ്കൂൾ തുറക്കുന്ന ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ എനിക്ക് സ്കൂളിൽ എൻ്റെ കുട്ടികളെ വിടാൻ പറ്റണില്ല, എൻ്റെ കുട്ടികളെ ഞാൻ അങ്ങനെ വിടില്ല, എനിക്ക് അത് ആ സ്കൂളിൽ തന്നെ ചേർത്തണം. എന്നെ വിളിച്ച് കരയും പറയും ചെയ്ത് ഞാൻ ആ സ്കൂളിലേക്ക് ഓടിപ്പോയി എൻ്റെ കുട്ടികളെ രണ്ടിനെയും അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഈ ലിറ്റിൽ ഡോട്ട്സിൽ ആ സ്കൂളിൽ കൊണ്ടുപോയി നേരിട്ട് കൊണ്ടുപോയി ആ മാഡത്തിൻ്റെ അടുത്ത് സംസാരിച്ച്, ഞാൻ എന്ത് പൈസയാണെങ്കിലും ഞാൻ അടച്ചോളാം, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്ന കാരണം എനിക്ക് മാറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞ് 5000 രൂപ ഞാൻ അവിടെ വെച്ച് ഇയാളുടെ പിറ്റേ ദിവസം കൊടുത്തയച്ചിട്ട് ഇയാളെ സ്കൂളിൽ ചേർത്തിച്ചിട്ട് ഇപ്പൊ എന്റെ കുട്ടികൾ ലിറ്റിൽ ഡോട്ട്സിലാണ് പഠിക്കുന്നത്. ലിറ്റിൽ ഡോട്ട്സിലാണ് പഠിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, എന്നിട്ട് ഇയാൾ പറഞ്ഞത്, മഹേഷേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികൾ വളരുമ്പോൾ നിങ്ങൾ ലിറ്റിൽ ഡോട്ട് സ്കൂളല്ല ഇന്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിച്ചാലും അത് ഒരു ഗുണവും കിട്ടാൻ പോകില്ല. സാധാരണ സർക്കാർ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ അവർക്കൊരു മാതൃകയായിട്ട് ജീവിക്കാനുള്ള രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ ആ കൊച്ചുങ്ങള് നാളെ നല്ല ഈ രീതിയിൽ പരസ്പരം വൈരാഗ്യത്തോടു കൂടിയും ഓരോരുത്തർക്കും അവരവന്റെ ന്യായീകരണങ്ങളും കൊണ്ട് അവരുടെ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഇത് ഈ കുട്ടികളായിരിക്കും അതിന്റെ അവസാനത്തെ. ഈ രീതിയിൽ ഇനി ഒരിക്കലും എനിക്ക് കോംപ്രമൈസ് ഒന്നിലും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ലാസ്റ്റ് ടൈമിൽ വരെ ഇപ്പൊ ഈ പൈസ അടക്കം കെട്ടിച്ചിട്ട് ഇപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞത് എന്താ അറിയോ, ഞാൻ കൊടുക്കേണ്ട അവിടെ കൊടുത്തിട്ടുണ്ട്, വിളിക്കേണ്ടവര് വിളിക്കും. ഇത് പഴയ മാതിരി അല്ല, ഇതുവരെ വിളിച്ച മാതിരി അല്ല. ഇത് ലോകം മുഴുവൻ കാണും. എന്റെ റെക്കോർഡുണ്ട്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. മൊബൈലിലാണോ പറഞ്ഞത്? മൊബൈൽ വിളിച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് 4 ദിവസം മുമ്പ്. ഇവിടുന്ന് എന്നെ വിളിച്ചു എന്ന് അറിഞ്ഞതോടുകൂടി പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഒരു മാസം മുമ്പ് എനിക്ക് കുട്ടികളുടെ ജീവിതമാണ് വലുത്, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു. കുട്ടികളെ സ്കൂളിൽ ചേർത്ത് യൂണിഫോമും ബുക്കും എല്ലാം കയ്യിൽ കിട്ടി. അയ്യാ നിങ്ങളുടെ കൂടെ എങ്ങനെ വരും? അയ്യാ എന്താ നിങ്ങളുടെ വീട്ടിൽ അമ്മയില്ല, നിങ്ങൾ ആരുമില്ല. ഇപ്പൊ 2 മാസമായി മാഡം എന്റെ വീട്ടിൽ ആരുമില്ല. നീയെങ്കിലും നിന്റെ ജീവിതം എന്റെ കാരണത്തിലാണ് അമ്മ ആങ്ങളുടെ വീട്ടിൽ പോയിരിക്കുന്നു. സ്ഥിരമായിട്ട് താമസിക്കാനല്ല പോയത്. എനിക്ക് സമാധാനത്തിൽ അവള് നിന്റെ കൂടെ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നോ. പക്ഷെ എനിക്ക് ഒരിക്കലും അവരെ കൊണ്ട് അവിടെ തന്നെ ഇരിക്കാൻ പറയാൻ പറ്റില്ല. അവർക്ക് നാളെ സുഖമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടുവരണം. അല്ല സ്വസ്ഥമായിട്ടൊരു ജീവിതം ഏട്ടനും ഞാനും ഒക്കെ ഒന്നിച്ച് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ ഏട്ടൻ എടുത്തിരിക്കുന്നത് 300 സ്ക്വയർ ഫീറ്റിൽ ഒരു വീടാണ്. ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും മാത്രമാണ്. ഇതിന്റെ ഉള്ളിൽ 3 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണുമാണ്. അപ്പൊ ഇവിടെ തറവാട്ട് വീട്ടിൽ ഇതിൽ ഇരിക്കാനുള്ള അമ്മയ്ക്ക് സൗകര്യമുള്ളൂ. ഇവിടെ അങ്ങനെ പാടില്ല. എനിക്കുള്ള സ്റ്റൗ വേറെ വേണം, എനിക്കുള്ള അടുപ്പ് വേറെ വേണം. ആ ചുമരിന് അടക്കി അമ്മ അവിടെ ഇരുന്നോട്ടെ. അമ്മന്റെ പ്രശ്നം കൊണ്ടാണ് അമ്മയുടെ പ്രശ്നം. ഇവർക്ക് അമ്മയില്ലേ മാഡം? ഞാൻ ഇവരെ കൊണ്ട് പറഞ്ഞല്ലോ, ഇവരെ കൊണ്ട് നിന്റെ അമ്മയെ കൊണ്ട് നിന്റെ ചേച്ചി വീട്ടിൽ പോയിരിക്കാൻ പറയും. ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കാ പറഞ്ഞു, അവര് പറ്റില്ല പറഞ്ഞു. അല്ല അല്ല സാറേ, ഇവരുടെ ഏട്ടന് ഇതുപോലെ അമ്മന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങളുടെ വേറെ വാടകയ്ക്ക് കൊണ്ട് ഇരുത്തി സ്വന്തം വീട്ടിന്റെ മുറ്റത്ത് ഒരു വീട് കെട്ടുന്ന വരെ അവന്റെ ഭാര്യനെ അവരുടെ സ്വന്തം വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് ഇരിക്കുന്നത്. അമ്മന്റെ ഈ പ്രശ്നം കൊണ്ടാണ് അവര് വേറെ വാടകയ്ക്ക് അമ്മ എങ്ങനെയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. അവരെന്തെങ്കിലും അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല. അതാണോ അങ്ങനെ ചെറിയ പ്രശ്നമാണോ ഇതിനെല്ലാം കാരണം? ഞാൻ കൊണ്ടുപോയത് സ്ത്രീധനത്തിന്റെ പേരിലാണ് അവന്റെ അമ്മയ്ക്ക് പ്രശ്നം. അല്ല അമ്മ ഇങ്ങനെ ക്ലാസ് ഇല്ല, പിണ്ടെന്നില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവിന്റെ ഒത്തിരി സ്നേഹവും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും. പക്ഷെ എന്റെ ഭർത്താവ് അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഭർത്താവിന്റെ സ്നേഹവും സപ്പോർട്ടും കിട്ടുക എന്ന് വെച്ചാൽ ഭർത്താവിന്റെ അമ്മയോട് മോശമായി പെരുമാറിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹം സപ്പോർട്ടും കിട്ടാൻ വിചാരമുണ്ടോ? അല്ല സാറേ, ഇപ്പൊ അമ്മ ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സാറേ. പക്ഷെ എന്റെ ഭർത്താവ് പിടിച്ച് തല്ലി അവർ രൂപമില്ലാണ്ടാക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട്. വീട്ടിൽ പോയിരിക്കുമ്പോ വീട്ടുകാർക്ക് ഇങ്ങനെ ചികിത്സിക്കാൻ തന്നെ നേരമുള്ളൂ ഡോക്ടറിന്റെ അടുത്ത്. നിങ്ങൾ കല്യാണം കഴിച്ച അങ്ങനെയാണ് പിടിക്കും തല്ലുന്നത്. ഈ 5-ാം മാസം ഗർഭിണിയായിരിക്കുമ്പോ പിടിച്ച് തല്ലിട്ട് ഞാൻ ചുറ്റൂര് നേരെ പുന്നേര സ്റ്റേഷനിൽ പോയിട്ടുണ്ട് സാറേ.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയല്ലത് ജീവിതം, അമൃത TV, ഇടഗ്രാമം, കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: ജീവിതം@amritatv.com.